ഹലോ ട്രേഡേഴ്സ്, നമ്മൾ ഇന്നൊരു പുതിയ സ്വിംഗ് എൻട്രിയാണ് നോക്കാൻ പോകുന്നത്. ടി വി എസ് മോട്ടേഴ്സിലാണ് നമ്മൾ ഇന്ന് എൻട്രി എടുക്കാൻ പോകുന്നത്. ഇതപ്പോൾ മന്ത്ലി ചാർട്ടാണ്. ടി വി എസ് മോട്ടേഴ്സിൻ്റെ മന്ത്ലി ചാർട്ടിൽ കാണാൻ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ആ ബ്രേക്ക് ഔട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലോട്ടേക്ക് കയറി പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ആ റീടെസ്റ്റ് കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന ഈ ഒരു ഇതിൽ മുകളിൽ നമ്മൾ ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ ബാക്കിയുള്ള ടൈം ഫ്രെയിംസും കൂടി നമുക്കൊന്ന് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാം, നമ്മൾ പറഞ്ഞ പോലെ റീടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ഫ്ലാഗ് പാറ്റേൺ എന്നൊക്കെ പറയാം നമുക്ക്. അതായത് നമ്മുടെ മന്ത്ലി ബ്രേക്ക് ഔട്ടിൽ നമ്മൾ റീടെസ്റ്റ് ലെവൽ നമ്മൾ പറഞ്ഞല്ലോ, ആ റീടെസ്റ്റ് ലെവലിലോട്ടേക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒരു ഫ്ലാഗ് പാറ്റേൺ പോലെ അല്ലെങ്കിൽ ഒരു പാരലൽ ചാനൽ പോലെ ഉള്ളൊരു പാറ്റേണിലാണ് സ്റ്റോക്ക് താഴോട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബേസ് ലെവൽ. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടേക്കുള്ള ബ്രേക്ക് ഔട്ട് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ അത് സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ഉള്ളത്. സപ്പോർട്ട് ലെവൽ ഇൻ ദ സെൻസ് നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു തിരിച്ച് താഴെ വന്നു, ആ രീതിയിലാണുള്ളത്. ഇനി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് വീക്കിലിയിൽ നമ്മൾ റീടെസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ആ റേഞ്ച് തന്നെയാണ് ഇപ്പോൾ ഫ്ലാഗ് പാറ്റേൺ പോലെ, അതല്ലെങ്കിൽ ഒരു പാരലൽ ചാനലിലൂടെ ആണ് സ്റ്റോക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഇത് മുകളിലോട്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ, അതായത് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടല്ലോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഡെയിലിയിലും ഇനി ബ്രേക്ക് ഔട്ട് വരാം എന്നുള്ളൊരു രീതിയിലാണ്, ആ ഒരു ആൻറ്റിസിപ്പേഷനിലാണ് നമ്മളിപ്പോൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് തൊട്ട് മുന്നത്തെ ഹൈ നമ്മൾ വെക്കും. നമ്മളെ ഒരു സേഫ് എക്സിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ ഒരു പോയിൻ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു SL ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് തൊട്ട് താഴെയുള്ള സപ്പോർട്ടിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ SL വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻട്രി. താങ്ക് യു.